നമസ്തേ. ഞാൻ ശ്രീരേഖ. രേഖ മേനൻ ഹെയർ കെയർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് കേട്ടോ. പാക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് റിസൾട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. മുടിക്ക് നല്ലോണം ഉള്ളി വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം കേട്ടോ. എത്ര മുടിയില്ലാത്തവർക്കാണെങ്കിലും ഈ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാൽ 100% റിസൾട്ട് കിട്ടുന്ന ഉറപ്പാണ്. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടിപ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഈ രാത്രി ചെയ്യുമ്പോൾ ചില സമയത്ത് എനിക്കത് അപ്ലൈ ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല, രാത്രി ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. പറ്റാവുന്നത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്ന ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 100% റിസൾട്ട് ഉണ്ട്. ഈ വില കൂടിയ കോസ്റ്റ്ലി ആയിട്ടുള്ള എണ്ണ അത് ഇതൊക്കെ മേടിച്ച് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഭേദം നമുക്ക് ചുറ്റുപാടുള്ള ഈ ആയുർവേദ ചെടികളും ആയുർവേദ പൊടികളൊക്കെ ഉപയോഗിച്ച്, ആയുർവേദ പൂക്കൾ അല്ലേ, ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മുടി കരുത്തേറ്റി വളർത്താൻ പറ്റും. പിന്നെ മോൾക്ക് പാക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു, ഹോസ്റ്റലിലാന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് പറ്റാത്തത്? സമയക്കുറവാണോ അതോ ഇതൊന്നും കിട്ടാത്തത് കൊണ്ടാണോ എന്താണെന്ന് ഒന്ന് പറഞ്ഞില്ല. സമയക്കുറവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞ് ടിപ്സൊക്കെ ഉണ്ട്. കറ്റാർവാഴ അതൊക്കെ മേടിക്കാം, നമുക്ക് കിട്ടും. അങ്ങാടി പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഓരോ ലീഫായിട്ട് നമുക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. വെള്ളത്തിലിറക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആണെങ്കിൽ ഉലുവ കുറച്ച് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട് വെള്ളത്തിലിട്ട് തലേ ദിവസം എടുത്ത് കുളിക്കുന്ന സമയത്ത് ഞരടിപ്പിഴിഞ്ഞ് അത് കുളിക്കാവുന്നതാണ്. അപ്പോൾ കിട്ടാത്തത് കൊണ്ടാണോ സമയക്കുറവ് കൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതൊന്ന് പറയൂട്ടോ, എന്തുകൊണ്ടാണ് പറ്റുന്നില്ല എന്ന് പറയുന്നത്. പിന്നെ താമരയല്ലി പാക്ക് എത്ര പ്രാവശ്യം ഉപയോഗിക്കാമെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് 2 3 പ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് നമ്മുടെ സൗകര്യം സമയമൊക്കെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എല്ലാ ആഴ്ചയിലും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന സൗകര്യം ഒക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ, സമയമൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നല്ലതേ ഉള്ളൂ കേട്ടോ. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതുപോലെ ശ്രദ്ധിക്കുക. ഈ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ നമ്മൾ അകത്തേക്കും കഴിക്കുക. ഇടയ്ക്ക് ജ്യൂസായിട്ട് കഴിക്കുക. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനും കിട്ടും. ക്യാരറ്റ് ജ്യൂസൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്യാരറ്റ് ജ്യൂസ് കഴിക്കുക. അതുപോലെയുള്ള ജ്യൂസുകൾ പലതരം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന സ്ഥലം ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് ജ്യൂസ് കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ വെള്ളം ധാരാളം കുടിക്കണം കേട്ടോ. വെള്ളം കുടിക്കുക. ചൂട് സമയത്ത് ഒട്ടും മടിക്കരുത് കേട്ടോ. വെള്ളം ധാരാളം കുടിക്കുക. നമ്മൾ വിയർപ്പായിട്ട് പോകും, അതുകൊണ്ടിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. വെള്ളമൊക്കെ നമുക്ക് മുടിക്ക് വളരെയധികം ആവശ്യമാണ് കേട്ടോ. എപ്പോഴും മുടി ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ പുറമേ മാത്രം നോക്കിയാൽ പോരാ, നഖവും കൂടി നമുക്ക് നോക്കണം. നമുക്ക് മുടി വെടുത്താനായിട്ട് പ്രത്യേകിച്ചിട്ട് നമുക്ക് അങ്ങനെയൊന്നും സമയമൊന്നും കിട്ടിയെന്ന് വരില്ല. നമ്മൾ അതിന് വേണ്ടി കണ്ടെത്താം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. നമ്മളുടെ ടൈം ടേബിൾ, ഡെയിലിയുള്ള ടൈം ടേബിളിൻ്റെ കൂടെ ഓരോന്നിനും വേണ്ടി നമ്മൾ സമയം ചിലവഴിക്കുന്നുണ്ട് അല്ലേ. അതിന് തലമുടിക്ക് വേണ്ടി ഇത്ര സമയം എന്നും പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചോളൂ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ എന്നും മുടി ഒന്ന് ശ്രദ്ധിച്ചോളൂ, മുടി വളരാൻ തുടങ്ങും. ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മുടി നമ്മൾ ശ്രദ്ധിക്കും തോറും മുടി വളർന്നുകൊണ്ടിരിക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴാണ് മുടി പൊട്ടിപ്പോവുക, മുടി ഊരിപ്പോവുക, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ വരും. അതുപോലെ കോമ്പ് ഉപയോഗിച്ചിട്ടുള്ള മസാജ് അതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് മതി. കാലത്ത് വൈകുന്നേരം കോമ്പ് ഉപയോഗിച്ച് അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ അതും ചെയ്യുക. അങ്ങനെ കൂടെ കൂടെ എപ്പോഴും നമ്മൾ മുടി കെയർ ചെയ്യുന്നുണ്ട് എന്ന് മുടിക്ക് പോലും തോന്നണം. ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട് കേട്ടോ. ഒരിക്കലും നമ്മൾ മുടിയെ ചിലവർ പറയലോ എന്തൊരു മുടി എന്ത് എടുത്താൽ ബുദ്ധിമുട്ട് അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരിക്കലും നമ്മൾ മുടിയെക്കുറിച്ച് ചിന്തിക്കരുത് കേട്ടോ. നമ്മൾ സന്തോഷത്തോടു കൂടി നമ്മൾ മറ്റുള്ള നമ്മുടെ നഖം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗമാണ് മുടി.
അല്ലേ? അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ഇത്ര സമയം ഡെയിലി നമ്മൾ മുടി വെട്ടുവാണെങ്കിൽ നമുക്ക് അധികം സമയം വേണ്ടി വരില്ല. കേട്ടോ. മുടി യാത്രാ സമയത്തൊക്കെ നമ്മൾ അഴിച്ചിട്ട് പോകുമ്പോൾ കെട്ട് പിണയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെടുത്താൻ ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ള സമയത്ത് മുടി അഴിച്ചിടാതെ മുടി കെട്ടി വയ്ക്കാം. കെട്ടി വെച്ചിട്ട് പുറത്തേക്ക് പോവാം. പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് തിരിച്ച് വരുമ്പോൾ അധികം മുടിയൊന്നും കെട്ടി പണിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് മുടി വെടുത്താനും ഈസി ആയിരിക്കും കേട്ടോ. മൈലാഞ്ചി ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മുടിക്ക് നീട്ടം വയ്ക്കും കേട്ടോ. മുടി വളരും, ഉള്ളുണ്ടാവും, നീട്ടം വയ്ക്കും. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മൈലാഞ്ചിയും നെല്ലിക്കപ്പൊടിയും മാത്രമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. മൈലാഞ്ചി നെല്ലിക്കപ്പൊടി മാത്രം. അപ്പം നമുക്ക് വെറുതെ വെള്ളത്തിൽ കലക്കിയാൽ മതി കേട്ടോ. ഞാൻ ഇടയ്ക്ക് കാണിച്ചു തരാറില്ലേ, മൈലാഞ്ചിയും നെല്ലിക്കയും വെറുതെ പേസ്റ്റ് ആക്കിയിട്ട് തലോട്ടിൽ തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചോളൂ. മുടിക്ക് നീട്ടം വയ്ക്കും, മുടിക്ക് ഉള്ളു വരും. അതുപോലെ തന്നെ മുടി എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കും, സിൽക്കി ആയിട്ടിരിക്കും. ഇപ്പോൾ ഈ സമയമില്ലാത്തവർക്ക് ഇതെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. മറ്റുള്ള ഐറ്റംസൊക്കെ എടുത്ത് ചേർത്ത് ഉണ്ടാക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ 2 ഐറ്റം ആണെങ്കിലും മതി, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ ടിപ്സാണോ അതെങ്കിലും നിങ്ങൾ ചെയ്യണം കേട്ടോ. വലിയ പാക്കും കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അതൊക്കെ നമുക്ക് മുടക്കമുള്ള ദിവസം ചെയ്യാം. വലിയ പാക്കും കാര്യങ്ങളൊക്കെ മുടക്കമുള്ള ദിവസം ചെയ്യാം. അല്ലാത്ത സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്ന് എടുക്കാം. നമ്മൾ തലോട്ടിൽ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് മുടി ഉണങ്ങിയിട്ട് നമുക്ക് കെട്ടി വയ്ക്കാം. അതല്ലെങ്കിൽ ഉലുവ വെള്ളത്തിലിട്ട് വയ്ക്കുക. കുളിക്കാൻ പോകുമ്പോൾ ആ ഉലുവ വെള്ളം എടുത്ത് തലോട്ടിൽ തേച്ചിട്ട് അപ്പോൾ തന്നെ കഴുകിക്കളയാം. വെയിറ്റ് ചെയ്യണമൊന്നുമില്ല കേട്ടോ. അങ്ങനെയും ചെയ്യാം. അപ്പോൾ സമയം ഇല്ലാത്തവർ അങ്ങനെയും ചെയ്യാം. പിന്നെ മുടി വൈകുന്നേരങ്ങളിൽ വെടുത്തി വയ്ക്കുക, പിന്നീട് അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ നീക്കും കേട്ടോ. അപ്പം ശരിക്കും ഒരാഴ്ച കൊണ്ട് നമുക്ക് മാറ്റം അറിയാൻ പറ്റും. 100% മാറ്റം അറിയാൻ പറ്റും കേട്ടോ. പിന്നെ മറ്റുള്ള തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങൾ, അങ്ങനെ വെള്ളപ്പൊക്കം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് നമ്മളുടെ ഇത് മരുന്ന് കഴിക്കുക അസുഖത്തിന് വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് തലമുടിക്ക് ഏറ്റവും നല്ലത് എള്ള് നല്ലതാണ് കേട്ടോ. നമ്മൾ എള്ളെണ്ണയൊക്കെ തലയിൽ തേക്കുമല്ലോ. എള്ളെണ്ണ തേക്കുമ്പോൾ എണ്ണയും വെളിച്ചെണ്ണയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, എള്ളെണ്ണ അല്ലെങ്കിൽ സാധാരണ എണ്ണ തേക്കുമ്പോൾ നമുക്ക് മുടിക്ക് കട്ടിപ്പുണ്ടാകും. അതേസമയം വെളിച്ചെണ്ണ തേച്ച് കുളിക്കുമ്പോൾ മുടിക്ക് കനം കുറഞ്ഞതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം. ഏത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, മുടി വളരും. പക്ഷെ തിക്നെസ് തോന്നണമെങ്കിൽ എണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ഈ എള്ളെണ്ണയാണെങ്കിൽ പറയും വേണ്ട, അത്രയ്ക്കും ഭംഗിയാണ് കേട്ടോ. തേക്കുമ്പോൾ മുടിക്ക് നല്ല ഉള്ളുള്ള പോലെയൊക്കെ തോന്നും. അപ്പോൾ ഈ എണ്ണയ്ക്ക് പകരം നമുക്ക് എള്ള് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ എൻ്റെ വേറൊരു പാക്കിൽ എള്ള് ചേർത്തിട്ടുള്ളത്, മുത്തച്ഛൻ പറഞ്ഞു തന്ന പാക്കിൽ എള്ള് ചേർത്തിട്ട് എങ്ങനെയാണ് തേക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് 5 കൂട്ടമാണ് വേണ്ടത്. ഇനി അല്ലാതെയും നമുക്ക് എള്ള് തേക്കാം. എള്ള് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിയിടാം. കുതിർത്തിയിട്ട് മൈലാഞ്ചിയുടെ കൂടെ ഇത് അരച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇത് അരച്ചിട്ട് മൈലാഞ്ചിയിൽ ചേർത്തിട്ട് അതും തേക്കാം. അതിൻ്റെ കൂടെ അല്പം വേണമെങ്കിൽ തേങ്ങാപ്പാൽ 1-2 സ്പൂൺ തേങ്ങാപ്പാലും ചേർക്കാവുന്നതാണ്. അപ്പോൾ എള്ളും 1-2 സ്പൂൺ, അത് ഓരോരുത്തരുടെ മുടിക്കനുസരിച്ച് 1-2 സ്പൂൺ എള്ളും കൂടാതെ ഒരു 2-3 സ്പൂൺ മൈലാഞ്ചിപ്പൊടി, പിന്നെ 1-2 സ്പൂൺ തേങ്ങാപ്പാൽ. ഇത് 3ഉം കൂടി നമ്മൾ മിക്സ് ചെയ്ത് പേസ്റ്റാക്കി തേച്ച് നോക്കൂ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നോക്കൂ. കാരണം എള്ളിൻ്റെതായ ഗുണമുണ്ട് അല്ലേ, തേങ്ങാപ്പാലിന് അതിൻ്റെതായ ഗുണമുണ്ട് അല്ലേ, മൈലാഞ്ചിക്കും അത്. അപ്പോൾ ഇത് 3ഉം കൂടിയിട്ടുള്ള മിക്സർ അത് ഭയങ്കര റിസൾട്ടായിരിക്കും. നമുക്ക് തിക്നെസ് ഉണ്ടാകും, സിൽക്കി ആയിരിക്കും. കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാൽ അല്ലേ, തേങ്ങാപ്പാലാവുമ്പോഴോ ഒന്നുകൂടി ഹെയർ ഗ്രോത്തിന് സാധ്യതയുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിക്കാലത്തൊക്കെ കുട്ടിക്കാലത്ത് തേങ്ങാപ്പാൽ വെന്ത വെളിച്ചെണ്ണയാണ് അമ്മ തേപ്പിച്ചിരുന്നത്. അതുപോലെ ഞാൻ മറ്റേ കണ്ടീഷണർ പറഞ്ഞപ്പോഴും ഉലുവയും തേങ്ങാപ്പാലും ചേർത്ത് നമുക്ക് കണ്ടീഷണർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ഈ എള്ളും മൈലാഞ്ചിയും തേങ്ങാപ്പാലും ചേർത്തിട്ടുള്ള മിക്സ്ചർ കേട്ടോ. ഇത് ഒരു ഹെയർ മാസ്ക് ആണ്. ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വെറും വെള്ളത്തിൽ കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇത് നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ.
അപ്പോൾ മുടിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം കൂടി എഴുതണം കേട്ടോ. എന്തുകൊണ്ടിട്ടാണ് പറ്റാത്തത്, എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഒന്ന് പറയണേ. അപ്പോഴാണ് നമുക്കതിന് വ്യക്തമായിട്ട് മറുപടി തരാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, മറക്കണ്ട. ഈ പറഞ്ഞ പോലെ എല്ലാ ഹെയർ മാസ്കും പാക്കും ജെല്ലും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത്. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.